നമസ്കാരം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് നേതാവിന് നേരെയുണ്ടായ പോലീസ് കസ്റ്റഡി മർദ്ദനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. സാധാരണക്കാർക്ക് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് സന്ദീപ് വാര്യർ. കേരള പോലീസ് രാജ്യത്തിന്റെ മുഴുവൻ സേനയ്ക്കും അപമാനമായി മാറിയെന്ന് KPCC സെക്രട്ടറി വി ബാബുരാജ്. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് യുവാവിനെയും ഭാര്യയെയും കബളിപ്പിച്ച് 16.16 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എറണാകുളം സ്വദേശി ഒറ്റപ്പാലത്ത് അറസ്റ്റിൽ. പുലാപ്പറ്റയിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ ഉൾപ്പെട്ട പെരുമ്പാവൂർ സ്വദേശി അമൽ റാസിക്കാണ് അറസ്റ്റിലായത്. മലപ്പുറം സ്വദേശിയായ യുവാവിന്റെ പരാതിയിലാണ് അറസ്റ്റ്. ചെർപ്പശ്ശേരിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരിച്ച നഗരസഭ. മിനി സിവിൽ സ്റ്റേഷനും ബസ് ടെർമിനലും ടൗൺ പാർക്കും മാസ്റ്റർ പ്ലാനിൽ. ചെർപ്പശ്ശേരിയുടെ സ്വപ്ന പദ്ധതിയാണ് മാസ്റ്റർ പ്ലാൻ എന്ന് ചെയർമാൻ. പരാതികളും ആക്ഷേപങ്ങളും 21 വരെ അറിയിക്കാം. കുരുക്കരൂർ മപ്പാട്ടുകരയിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് 6 കോടി രൂപയുടെ ഭരണാനുമതി. ഇരുഭാഗങ്ങളിലേക്കും റോഡ് നിർമ്മാണത്തിനും അനുമതി ലഭിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA. സാങ്കേതിക അനുമതി ലഭിച്ചാൽ നിർമ്മാണം തുടങ്ങും. ഷൊർണൂർ കുളപ്പുള്ളി റോഡിന്റെ തകർച്ചയും പൊടിശല്യവും. പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെ കോൺഗ്രസ് ഉപരോധിച്ചു. വ്യാഴാഴ്ച മുതൽ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് ഉറപ്പ്. വിശദമായ വാർത്തകൾ. പി രാജീവുമായി ബന്ധമുള്ള സിനിമാ നടിയാണെങ്കിൽ പോലീസിൽ പ്രിവിലേജ് ലഭിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. സാധാരണക്കാർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ 3ാം മുറയാണെന്നും നാട്ടുകൽ പോലീസിൽ പരാതിയുമായി എത്തിയ അഭിഭാഷകയെ SHO പുലഭ്യം പറഞ്ഞെന്നും സന്ദീപ് പറഞ്ഞു. കോൺഗ്രസ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രത്യേകാവകാശമുള്ള സിനിമാ നടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു നീതിയും സാധാരണക്കാർക്ക് നീതി നിഷേധവുമാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നത്. നൂറുകണക്കിന് സാധാരണക്കാർക്കാണ് പോലീസിന്റെ പീഡനം അനുഭവിക്കേണ്ടി വന്നത്. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലും നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നാട്ടുകൽ പോലീസിൽ പരാതി നൽകാനെത്തിയ വനിതാഭിഭാഷകയെ നാട്ടുകൽ SHO പരസ്യമായി പുലഭ്യം പറഞ്ഞു. SHOക്കെതിരെ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് നൽകിയത്. സ്ഥലം മാറ്റം ലഭിച്ചിട്ടും നാട്ടുകൽ സ്റ്റേഷൻ വിടാതെ നിൽക്കുന്ന SHO ക്വാറി മാഫിയകളിൽ നിന്ന് പണം വാങ്ങുകയാണ്. പോലീസിന് അമിത അധികാര പ്രയോഗത്തിൽ ഏറി വന്നാൽ 6 മാസത്തെ ആയുസേ ഉള്ളൂ. UDF അധികാരത്തിലെത്തിയാൽ ഇത്തരം പോലീസുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഡയറിയിൽ കുറിച്ചുവെച്ചിട്ടുണ്ടെന്നും സന്ദീപ് പറഞ്ഞു. മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ, നാട്ടുകൽ ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഈ മണ്ണാർക്കാട്ടെ ഒരു വനിതാ അഭിഭാഷക ഏതാനും മാസം മുമ്പ് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ നാട്ടുകൽ SHO ആയിട്ടുള്ള ഹബീബുള്ള ആ മണ്ണാർക്കാട്ടെ വനിതാ അഭിഭാഷകയെ പുലഭ്യം പറയുകയാണ്. എവിടെ CCTV ക്യാമറ ഉണ്ടെന്നറിഞ്ഞിട്ടും ഈ നാട്ടുകൽ SHO ഈ വനിതാ അഭിഭാഷകയെ പുലഭ്യം പറയുകയാണ്, പച്ചത്തെറി പറയുകയാണ്, ആക്രോശിക്കുകയാണ്, അപമര്യാദയായി പെരുമാറുകയാണ്. ഈ വനിതാ അഭിഭാഷക പരാതി കൊടുത്തു, SP-ക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അന്വേഷണം വന്നു. CCTV ദൃശ്യങ്ങളിൽ ഹബീബുള്ള വനിതാ അഭിഭാഷകയോട് മോശമായി പെരുമാറുന്നതിന്റെ തെളിവുകൾ ലഭിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്? ഷൊർണൂരിലെ DYSP കേസ് അന്വേഷിച്ചു. ഷൊർണൂരിലെ DYSP പറഞ്ഞു, അവൻ ചെയ്തത് അക്രമമാണെങ്കിലും അവൻ ചെയ്തത് തെറ്റാണെങ്കിലും സബോർഡിനേറ്റ് ആയി പോയില്ലേ, അവന്റെ കാരിയർ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഈ ഹബീബുള്ളയെ രക്ഷിക്കുന്ന റിപ്പോർട്ട് എഴുതി കൊടുത്തു. ഇതാ സംഭവിച്ചത്. പോലീസ് റിപ്പോർട്ട് എഴുതി കൊടുത്തു. പാലക്കാട്ടെ SP ശ്രദ്ധിക്കണം, പാലക്കാട്ടെ പോലീസ് ഏമാന്മാർ ശ്രദ്ധിക്കണം. ട്രാൻസ്ഫർ അടിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഹബീബുള്ള ഇപ്പോഴും നാട്ടുകളിൽ SHO ആയിട്ട് വരസുകയാണ്. ഇപ്പോഴും ക്വാറി മാഫിയയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെ വരസുകയാണ്. ട്രാൻസ്ഫർ ആയിട്ടും മാറുന്നില്ല. എങ്ങനെയാ സംഭവിക്കുന്നത്? പിണറായി വിജയന്റെ ഭരണകാലത്ത് പിണറായി വിജയന്റെ മാഫിയ ഭരണത്തിന് വേണ്ടി വിടുപണിയെടുക്കുന്ന പോലീസുകാർക്ക് എന്ത് താന്തോന്നിത്തരവും തെമ്മാടിത്തരവും കാണിക്കാവുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ സ്ഥിതി മാറിയിരിക്കുന്നു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ശശിധരൻ എടത്തോടി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി P. അഹമ്മദ് അഷ്റഫ്, VD പ്രേംകുമാർ, ഫിലിപ്പ്, TK ഇപ്പു, ജോയ് ജോസഫ്, നൌഫൽ തങ്ങൾ, രാജൻ അമ്പാടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. നാട്ടുകൽ SHO എവിടെ ഇരുന്ന് ജോലി ചെയ്യണമെന്നും പെൻഷൻ വാങ്ങണമോ എന്നും 6 മാസം കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുമെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെതിരെ ഉണ്ടായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സന്ദീപ്. ട്രാൻസ്ഫർ ലഭിച്ചിട്ടും നാട്ടുകൽ SHO പോകാത്തതിന് പിന്നിലുള്ള ചേതോവികാരം കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞാൽ SHO എവിടെ ഇരുന്ന് ജോലി ചെയ്യണമെന്നും പെൻഷൻ വാങ്ങണമോ എന്നുപോലും കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുമെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ പറഞ്ഞു. ഇവന്റെ എല്ലാ ചരിത്രവും നമുക്കറിയാം. ഇവിടുത്തെ ക്വാറി മാഫിയയുമായിട്ടുള്ള ബന്ധം,
ആരുടെ പണം മേടിച്ചിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? ഇതെല്ലാ ചരിത്രവും നമുക്കറിയാം. ചില നിയമലംഘനങ്ങൾ കാണുമ്പോൾ കണ്ണടച്ചു പോകുന്ന ഹബീബുള്ളയുടെ ചരിത്രം ഇതൊക്കെ ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ അറിയാത്തത് കൊണ്ടല്ല. ഇവിടെ ട്രാൻസ്ഫർ കിട്ടിയിട്ട് മാസങ്ങളായി, ഇനി ഇവിടുന്ന് പോയിട്ടില്ല. ട്രാൻസ്ഫർ കിട്ടി മാസങ്ങളായിട്ടും ഇവിടെ തന്നെ പിടിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ പാലക്കാട് SP ഉൾപ്പെടെയുള്ളവർ, സംസ്ഥാനത്തെ പോലീസ് മേധാവിമാർ ഇത് ശ്രദ്ധിക്കണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിരന്തരമായി അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ അട്ടയിട്ട് ഇവിടെ തന്നെ കൂടാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ ചേതോവികാരം എന്തായിരിക്കും? ട്രാൻസ്ഫർ കിട്ടിയിട്ടും ഇവിടുന്ന് പോകാൻ തയ്യാറാവാതെ ഇവിടെ തന്നെ തുടരുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അപ്പൊ ഇവിടുന്ന് കാര്യമായിട്ട് സമ്പാദ്യം നടക്കുന്നുണ്ട്. പാലക്കാട്ടേക്ക് സൈബർ വിഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സമ്പാദ്യം ഉണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി ഇവിടെ തന്നെ നിരന്തരമായി തുടരാൻ വേണ്ടി ഇയാൾ തീരുമാനിച്ചിരിക്കുക. എന്തായാലും ഇത് വിടാൻ പോകുന്നില്ല, ഒരു തർക്കവും വേണ്ട. 5-6 മാസം കൂടി നീ സുഖിച്ചോ. അത് കഴിഞ്ഞാൽ നീ എവിടെ ഇരുന്ന് ജോലി ചെയ്യണം, നീ പെൻഷൻ വാങ്ങണോ എന്നുള്ള കാര്യം കോൺഗ്രസ് തീരുമാനിക്കും. ഒരു തർക്കവും വേണ്ട. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് അലനല്ലൂർ, എടത്തനാട്ടുകര, കോട്ടപ്പാടം, തച്ചനാട്ടുകര മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി നാട്ടുകൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CJ രമേശ് അധ്യക്ഷനായി. തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് P കൃഷ്ണദാസ്, അലനല്ലൂർ മണ്ഡലം പ്രസിഡന്റ് K വേണുഗോപാൽ, കോട്ടപ്പാടം മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി, എടത്തനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് M സിഹബത്തുള്ള, INTC ജില്ലാ വൈസ് പ്രസിഡന്റ് P മുരളീധരൻ, KG ബാബു, ഹബീബുള്ള അൻസാരി, തങ്കം മഞ്ചാടിക്കൽ, മണികണ്ഠൻ വടശ്ശേരി, ശശി ഭീമനാട്, E ഗോപാലകൃഷ്ണൻ, ഉസ്മാൻ പാലക്കാഴി, PP ഏനു, കാസിമാലായൻ, ഉമ്മർ ഖത്താബ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പോലീസ് രാജ്യത്തിൻ്റെ മുഴുവൻ സേനയ്ക്കും അപമാനമായി മാറിയെന്ന് KPCC സെക്രട്ടറി V ബാബുരാജ് പറഞ്ഞു. പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു V ബാബുരാജ്. ആളുകളോട് മര്യാദയായി പെരുമാറേണ്ട പോലീസ് രാഷ്ട്രീയ ചട്ടുകങ്ങളായി മാറിയെന്നും V ബാബുരാജ് കുറ്റപ്പെടുത്തി. LDF സർക്കാരിൻ്റെ പോലീസ് രാജ്യത്തെ മുഴുവൻ സേനയ്ക്കും അപമാനമായി മാറിയെന്ന് KPCC സെക്രട്ടറി V ബാബുരാജ് ആരോപിച്ചു. വലിയ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം പോലീസിലുള്ളവർ നടത്തിയിട്ടും കേരളത്തിലെ സാംസ്കാരിക ബോധമുള്ളവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആളുകളോട് മര്യാദയായി പെരുമാറേണ്ട പോലീസ് രാഷ്ട്രീയ തട്ടുകങ്ങളായി മാറിയെന്നും V ബാബുരാജ് ആരോപിച്ചു. SI നേതൃത്വത്തിലുള്ള 4 സംഘം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ ഇടിച്ചും തൊഴിച്ചും ചവിട്ടിയും ഒക്കെ സിനിമയിൽ പോലും കാണുന്ന രീതിയിൽ കള്ളനോട്ടുകാരനോടോ കഞ്ചാവ് പ്രിന്റൊക്കെ പിടിച്ച പ്രതിയോടോ ലഹരി മാഫിയയുടെ നേതാവിനെയോ ഒക്കെ കാണിക്കുന്നതിനേക്കാൾ ക്രൂരമായി ഒരു കാരണവുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ നമ്മുടെ ജനങ്ങളുടെ മനസ്സിലുമൊക്കെ മറയാതെ നിൽക്കുന്ന രംഗങ്ങളിൽ നമ്മുടെ മനസ്സിലുണ്ട്. അത് ആവർത്തിക്കാതിരിക്കാനും ഇത്തരം പോലീസിലെ ക്രിമിനലുകളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ധർമ്മസമരത്തിന് നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, പോലീസ് സേന വളരെ അച്ചടക്കത്തോടുകൂടി കേരളത്തിലെ ക്രമസമാധാന പരിപാലനത്തിൽ മുൻപന്തിയിൽ നിന്ന് വളരെ പേരുകേട്ട ആളുകൾ, നമുക്കറിയാം ജനമൈത്രി പോലീസ് അടക്കമുള്ള ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ സഹകരിച്ച് സുഹൃത്തുക്കളെ പോലെ പെരുമാറേണ്ട പോലീസ് ഇന്ന് നമ്മുടെ പെരിന്തൽമണ്ണയിൽ അടക്കം രാഷ്ട്രീയ ചട്ടുകങ്ങളായി മാറുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ വെറുക്കപ്പെട്ടവരായ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ തൊഴിലാളികളുടെ നേതാവായി കടന്നു വന്നത് ഇന്ന് തൊഴിലാളികൾ ആരാണ്, തൊഴിലാളികൾ എന്താണ് എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിലേക്ക് ഒരു കുത്തക മാഫിയയെ പോലെ ഇതൊരു വലിയ സാമ്പത്തിക സ്രോതസ്സിന്റെ ഉടമയായി മാറിയ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തിന്റെ ഭാര്യ കമലയ്ക്കും അദ്ദേഹത്തിന്റെ പേരക്കുട്ടിക്കും മകൾക്കുമൊക്കെ കാവൽ നിൽക്കുന്ന പിച്ചക്കാരായ പോലീസുകാരെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സേനയിൽ നിന്നും പുറത്താക്കുന്നതുവരെ പ്രക്ഷോഭ സമരങ്ങൾ തുടരുമെന്നും ബാബുരാജ് പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം KT അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി. KPCC അംഗം അഡ്വക്കേറ്റ് ബെന്നി തോമസ്, DCC സെക്രട്ടറിമാരായ CK ഹാരിസ്, C സുകുമാരൻ, UDF ചെയർമാൻ MM സക്കീർ ഹുസൈൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ, MP ഫസൽ മുഹമ്മദ്, DCC അംഗങ്ങളായ ഷാജി കട്ടുപ്പാറ, TP മോഹൻദാസ്, മണ്ഡലം പ്രസിഡന്റുമാരായ ഷിബു ചെറിയാൻ, ഹുസൈൻ മാടാല, മുഹമ്മദ് ബഷീർ, ഹമീദ് ഓങ്ങല്ലൂർ, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷഫീഖ് ചക്കാലി, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഭാരതി, ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് ദിനേശ് കണക്കഞ്ചേരി, KSC പ്രസിഡന്റ് നിയാസ് എന്നിവർ സംസാരിച്ചു. UK ജോലിക്ക് വീസ വാഗ്ദാനം ചെയ്ത് യുവാവിനെയും ഭാര്യയെയും കബളിപ്പിച്ച്
16.16 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എറണാകുളം സ്വദേശി അറസ്റ്റിലായി. പുലാപ്പറ്റയിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ ഉൾപ്പെട്ട പെരുമ്പാവൂർ ഇഞ്ചക്കുടി വീട്ടിൽ അമൽ റാസിക്കിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശിയായ യുവാവിൻ്റെ പരാതിയിലാണ് അറസ്റ്റ്. സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ഇയാളെ പോലീസ് കോടതി മുഖേന ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. സമൂഹമാധ്യമത്തിൽ വിദേശത്ത് ജോലി എന്ന പരസ്യം കണ്ടാണ് പാലപ്പുറം സ്വദേശി അമൽ റാസിക്കിനെ സമീപിച്ചത്. യുവതിക്ക് UK-യിൽ നഴ്സ് ജോലിക്കും ഭർത്താവിന് ഫാമിലി വിസയും തരപ്പെടുത്തി തരാമെന്നായിരുന്നു വാഗ്ദാനം. ഇതിനായി 15 ലക്ഷം രൂപ ചെലവ് വരുമെന്നും പറഞ്ഞു. 2025 ജനുവരി മുതൽ ജൂലൈ മാസം വരെ പല തവണകളിലായി 15 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് മുഖേന നൽകി. ഇതിനിടെ ജൂലൈ 7-ന് ജോലിയിൽ പ്രവേശിക്കണമെന്ന് കാണിച്ച് ഒരു കമ്പനിയുടെ വ്യാജ കത്തും കൈമാറി. തുടർന്ന് പരാതിക്കാരനും ഭാര്യയും ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ബാക്കി പണം കൈമാറിയത്. UK-യിൽ മുറി വാടകയ്ക്കും മറ്റ് രേഖകൾ തയ്യാറാക്കാനുമായി കുറച്ച് പണം കൂടി വേണമെന്ന് പറഞ്ഞാണ് 1.16 ലക്ഷം രൂപ കൂടി കൈക്കലാക്കിയത്. വായ്പയെടുത്താണ് പണം നൽകിയതെന്നാണ് പരാതി. വിസ ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷിച്ചപ്പോൾ ഉടൻ വരുമെന്നായിരുന്നു മറുപടി. UK-യിലേക്ക് ഇത്തരം വിസ നൽകുന്നത് നിർത്തിയ വിവരമറിഞ്ഞ് ഇയാളോട് ചോദിച്ചപ്പോഴും ജോലി ലഭിക്കുമെന്നായിരുന്നു മറുപടി. ജോലിക്ക് പ്രവേശിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും വിസ ലഭ്യമാകാതെ വന്നതോടെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ എന്തു വേണമെങ്കിലും ചെയ്തോളൂവെന്ന് യുവാവ് പറഞ്ഞതായി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ഇയാളെ പോലീസ് തിരയുന്നതിനിടെയാണ് പുലാപ്പറ്റ ഉമ്മനഴിയിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ പിടിയിലായത്. തുടർന്ന് ഒറ്റപ്പാലം പോലീസ് കോടതിയെ സമീപിച്ച് ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തി. മറ്റ് പല വിസ തട്ടിപ്പ് കേസുകളിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. ചെർപ്പളശ്ശേരിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരിച്ച് നഗരസഭ. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ഓരോ മേഖലയിലും വികസനം ലക്ഷ്യമിടുന്നതാണ് മാസ്റ്റർ പ്ലാൻ. ചെർപ്പളശ്ശേരിയുടെ സ്വപ്ന പദ്ധതിയായാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നതെന്നും മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സെപ്റ്റംബർ 21-ന് മുമ്പായി നഗരസഭാ സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കാവുന്നതാണെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വരാൻ പോകുന്ന 20 വർഷക്കാലത്തെ വികസനം മുന്നിൽ കണ്ടുള്ള ചെർപ്പളശ്ശേരി നഗരസഭയുടെ കരട് മാസ്റ്റർ പ്ലാനാണ് പ്രസിദ്ധീകരിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൂടി മുന്നിൽ കണ്ടുള്ള പദ്ധതി രേഖയായാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. LSGD പ്ലാനിംഗ് വിഭാഗത്തിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിൽ ഓരോ മേഖലയിലും വരും വർഷങ്ങളിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഗാർഹികം, വാണിജ്യം, വ്യവസായം, ഫ്യൂച്ചർ അർബൻ സോൺ, ഇൻഡസ്ട്രിയൽ മിക്സ് സോൺ, ടൂറിസം ഡെവലപ്മെന്റ് സോൺ, നെൽകൃഷി, കരകൃഷി തുടങ്ങിയ 16 മേഖലകളാക്കി തിരിച്ചുള്ളതാണ് മാസ്റ്റർ പ്ലാനിന്റെ നിർദ്ദിഷ്ട ഭൂപടം. ചെർപ്പളശ്ശേരി ടൗണിനൊപ്പം തൂത, കാറൽമണ്ണ, പന്നിയംകുറിശി, എലിയപ്പറ്റ, കരുമാനംകുറിശി തുടങ്ങിയ പ്രധാന ജംഗ്ഷനുകൾ കൂടി വാണിജ്യ സോണുകളായി വിഭാവനം ചെയ്തിരിക്കുന്നു. ഒറ്റപ്പാലം റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി നിർദ്ദേശിച്ചിട്ടുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഷോപ്പിംഗ് സെന്റർ ഉൾപ്പെടുന്ന ബസ് ടെർമിനൽ മാസ്റ്റർ പ്ലാനിലെ പ്രധാന പദ്ധതികളിലൊന്നാണ്. മിനി സിവിൽ സ്റ്റേഷൻ, സ്പോർട്സ് കോംപ്ലക്സ്, ടൗൺ പാർക്ക് എന്നിവയും നിർദ്ദിഷ്ട മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുന്നു. നഗരത്തിലെ പ്രധാനപ്പെട്ട 25ഓളം റോഡുകൾ ഉന്നത നിലവാരത്തിലേക്ക് ഉയരും. ഭാവിയിൽ വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പ്ലാനിന് അനുസൃതമായി നിയന്ത്രിക്കപ്പെടും. എന്നാൽ നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല. സർക്കാർ ഭൂമിയും സ്വകാര്യ ഭൂമിയും മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട്. ചെർപ്പളശ്ശേരിയുടെ സ്വപ്ന പദ്ധതിയായാണ് മാസ്റ്റർ പ്ലാനിനെ കാണുന്നതെന്നും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി പ്ലാൻ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി കൂട്ടായ ചർച്ചകൾ നടത്തിയിരുന്നതായും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. നഗരസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ lsgkerala.gov.in എന്ന വെബ്സൈറ്റിലും പ്രവൃത്തി സമയങ്ങളിൽ നഗരസഭാ ഓഫീസിലും മാസ്റ്റർ പ്ലാൻ പരിശോധനയ്ക്ക് ലഭ്യമാണ്. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ ഭൂമി മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നതായും മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സെപ്റ്റംബർ 21-ന് മുമ്പായി നഗരസഭാ സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കാവുന്നതാണെന്നും ചെയർമാൻ അറിയിച്ചു. ഇനി സമീപഭാവിയിൽ ഉണ്ടാവേണ്ട വരുന്നൊരു 25 വർഷക്കാലം ചെർപ്പളശ്ശേരിക്കാർക്ക് ഉണ്ടാവേണ്ട വികസനം എന്ത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ് ഈ മാസ്റ്റർ പ്ലാനിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ സൗകര്യങ്ങൾ, സ്ഥല സൗകര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി ആ സ്ഥലത്തേക്ക് അതിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രധാനമായി ചെർപ്പളശ്ശേരിക്ക് ഒരു ബൈപ്പാസ് റോഡ് ഉണ്ടാവുക എന്ന് ചെർപ്പളശ്ശേരിയുടെ വലിയ മോഹമാണ്. കുറേ കാലങ്ങളായി ചർച്ച ചെയ്യുന്നതാണ്. ആ ബൈപ്പാസിന് ആവശ്യമായ സ്ഥലം ഈ മാസ്റ്റർ പ്ലാനിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളോടുള്ള വലിയ ബസ് സ്റ്റാൻഡും സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലൊന്നും കൂടാതെ തന്നെ ഒരു നഗരത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ
അത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നമ്മൾ ഈ മാസ്റ്റർ പ്ലാനിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. വലിയ പാർക്കുകൾ, വിനോദത്തിനാവശ്യമായ പാർക്കുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഈ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേഡിയം, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഒരു ബ്ലോക്കുകൾ, പ്രധാനപ്പെട്ട ആശുപത്രികൾ ഉണ്ടാവേണ്ട സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ വ്യാവസായിക വളർച്ചയ്ക്ക് ആവശ്യമായ സോണുകൾ, കാരമണ്ണ 21 മൈൽ മുതൽ തൂതപ്പുഴ വരുന്ന വലിയ വ്യവസായ സമുച്ചയങ്ങൾക്ക് വേണ്ടി ഇടം കണ്ടെത്താൻ വേണ്ടി അവിടെ ഞങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മേഖലയ്ക്കും പ്രാതിനിധ്യമുള്ള രീതിയിൽ, അതുപോലെ മിനി സിവിൽ സ്റ്റേഷൻ, സ്പോർട്സ് കോംപ്ലക്സ്, കമ്മ്യൂണിറ്റി ഹാള്, അതുപോലെ സാംസ്കാരിക കേന്ദ്രം, മുനിസിപ്പൽ കോംപ്ലക്സ്, ഇങ്ങനെ എല്ലാ മേഖലയിലും സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ ഇപ്പോൾ അവസാന കാലത്ത് അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടെത്തിയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടുത്തിയുള്ളത്. അത് ഏറ്റെടുക്കാനും സമീപ ഭാവിയിൽ അതിനാവശ്യമായ DPRകൾ തയ്യാറാക്കാനും അത് ഏറ്റെടുക്കാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയുള്ളത്. അപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം അവർക്ക് വല്ല ആക്ഷേപങ്ങളും ഉണ്ടെങ്കിൽ അത് കേൾക്കുക എന്നുള്ളതാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ ഹെൽപ്പ് ഡെസ്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നിലയ്ക്ക് നഗരസഭയിൽ വരുന്ന ആളുകൾക്ക് സംശയം തീർക്കാൻ, ഏത് സ്ഥലത്താണ് നിങ്ങൾ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉള്ളത്, ഏത് സ്ഥലത്താണ് നിങ്ങൾ സ്റ്റേഡിയം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ തന്നെ തിരിച്ചറിയാൻ ലിങ്ക് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അല്ല, അത് നോക്കാൻ കഴിയാത്ത ആളുകൾക്ക് സംശയം തീർക്കാൻ വേണ്ടി ടൗൺ പ്ലാനിംഗ് വിഭാഗം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് സംശയ നിവാരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 21-ാം തീയതി വരെയാണ് അത്തരത്തിൽ സംശയം തീർക്കാൻ നമുക്ക് അവസരമുള്ളത്. അതുവരെ വാർത്താസമ്മേളനത്തിൽ ടൗൺ പ്ലാനർ VP ദീപ, ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ M ശരത്, അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ KV ജഗദാംബിക ദേവി, വൈസ് ചെയർപേഴ്സൺ C കമലം, സെക്രട്ടറി VT പ്രിയ, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ എന്നിവർ പങ്കെടുത്തു. കുലുക്കലൂർ മപ്പാട്ടുകരയിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് 6 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. അടിപ്പാതയ്ക്കൊപ്പം ഇരുഭാഗങ്ങളിലേക്കുമുള്ള റോഡ് നിർമ്മാണത്തിനും അനുമതി ലഭിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. സാങ്കേതിക അനുമതി കൂടി ലഭ്യമാവുന്നതോടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും. തൂതപ്പുഴയ്ക്ക് കുറുകെ കുലുക്കല്ലൂർ മപ്പാട്ടുകര പറയന്തുരത്തിനെയും മലപ്പുറം ജില്ലയിലെ ഏലംകുളം പഞ്ചായത്തിലെ മാട്ടായക്കടവിനെയും ബന്ധിപ്പിച്ച് പുതിയ പാലം നിർമ്മിക്കാൻ പദ്ധതിയുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കിഴക്കൻ മപ്പാട്ടുകരയെ ബന്ധിപ്പിക്കുന്നതിനായി റെയിൽവേ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനമായത്. നിലവിലെ അടിപ്പാത വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നതല്ല. ഈ സാഹചര്യത്തിലാണ് റെയിൽവേയുടെ അനുമതിയോടെ വലിയ വാഹനങ്ങൾ പോകാൻ കഴിയുന്ന തരത്തിലുള്ള അടിപ്പാത നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. സംസ്ഥാന ബജറ്റിൽ ഇതിനായി ഫണ്ടും വകയിരുത്തിയിരുന്നു. 4 മീറ്റർ വീതിയും 4 മീറ്റർ ഉയരവും വരുന്ന വിധത്തിലാകും പുതിയ അടിപ്പാത ഒരുക്കുക. ഈ പദ്ധതിക്കാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് മപ്പാട്ടുകര റെയിൽവേ അണ്ടർബ്രിഡ്ജ്. ഈ ആവശ്യം നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കുകയും 2024 ബഡ്ജറ്റിൽ അതിനുവേണ്ടി തുക വകയിരുത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ പഠനവും അതുപോലെ തന്നെ മറ്റെല്ലാ നടപടികളും സ്വീകരിക്കുകയും എല്ലാം പൂർത്തീകരിക്കുകയും ചെയ്ത് ഭരണാനുമതിയായി 6 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ച് അനുമതിയായി എന്ന സന്തോഷ വാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. കിഴക്കേ മപ്പാട്ടുകരയും അതുപോലെ തന്നെ പടിഞ്ഞാറേ മപ്പാട്ടുകരയും ഇതിന് രണ്ടും ബന്ധിപ്പിക്കുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു റെയിൽവേ അണ്ടർബ്രിഡ്ജ് ദീർഘകാലമായ ആവശ്യമാണ്. നിലവിൽ വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയുന്ന റെയിൽവേ അണ്ടർബ്രിഡ്ജ് അല്ല അവിടെയുള്ളത്. വെള്ളം പോകാനുള്ള ചെറിയ സംവിധാനം മാത്രമാണുള്ളത്. അപ്പോൾ അത് ആ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇതിന് ഫണ്ട് വെക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇപ്പോൾ അതിൻ്റെ ഭരണാനുമതിയായി എന്നുള്ള ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത്. ഇനി സാങ്കേതികാനുമതിയും ടെൻഡർ നടപടിയും പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ജനകീയമായിട്ട് ഇതിൻ്റെ അപ്രോച്ച് റോഡ് കൂടി നിർമ്മിക്കുന്നുണ്ട്. അപ്രോച്ച് റോഡിനുള്ള സ്ഥലമേറ്റെടുപ്പ് ജനകീയമായിട്ടാണ് അവിടെ നടത്തിയത്. ഗ്രാമപഞ്ചായത്തും അതുപോലെ അവിടുത്തെ പ്രദേശത്തെ ജനങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ടാണ് സ്ഥലം ലഭ്യമാക്കി തന്നിട്ടുള്ളത്. അതിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാനും അതുപോലെ റെയിൽവേ അണ്ടർബ്രിഡ്ജിനുള്ള ഫണ്ടാണ് ഇപ്പോൾ സർക്കാർ ഭരണാനുമതിയായി അനുവദിച്ചത് എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. അടിപ്പാതയ്ക്ക് ഇരുവശങ്ങളിലുമായി റോഡ് നിർമ്മാണത്തിന് സ്ഥലം ജനകീയ കൂട്ടായ്മയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകി. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അറിയിച്ചു. ഷൊർണൂർ കുളപ്പള്ളി റോഡിലെ പൊടിശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. വ്യാഴാഴ്ച മുതൽ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധം
അവസാനിച്ചത്. തകർന്നു കിടന്നിരുന്ന ഷൊർണൂർ കുളപ്പുള്ളി റോഡിൽ കോറി വേസ്റ്റ് ഇട്ട് നികത്തിയതോടെ വലിയ രീതിയിലുള്ള പൊടിശല്യമാണ് ഇതുവഴിയുള്ളവർക്ക് അനുഭവപ്പെടുന്നത്. റോഡിലൂടെ പോകുന്ന ഇരുചക്രവാഹന യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും സമീപവാസികൾക്കും ഉൾപ്പെടെ പൊടിശല്യം വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം നടത്താൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെയാണ് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. ഉപരോധ സമരത്തിന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ നേതൃത്വം നൽകി. DCC ഭാരവാഹികളായ TH ഫിറോസ് ബാബു, K കൃഷ്ണകുമാർ, TY ഷിഹാബുദ്ദീൻ, VK ശ്രീകൃഷ്ണൻ, TK ബഷീർ, അജിത് മാസ്റ്റർ, MP സുശീൽ കുമാർ, കൗൺസിലർ ശ്രീകലാരാജൻ, PM മുരളീധരൻ, അബൂബക്കർ, വിൻസൻ, TK ആഷിഖ്, ഹരി, രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാഴാഴ്ച മുതൽ റോഡിന്റെ പ്രവൃത്തികൾ ആരംഭിച്ച് പൊടിശല്യത്തിന് പൂർണ്ണപരിഹാരം കാണുമെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നിയന്ത്രണം വിട്ട സ്കോർപിയോ കാർ നിർത്തിയിട്ട ലോറിയിൽ ഇടിച്ച് മറിഞ്ഞു. അപകടത്തിൽ കാറിൽ ഉണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് മുരുക്കുംപറ്റ റോഡ് ജംഗ്ഷന് സമീപത്ത് വച്ചായിരുന്നു അപകടം. പാലപ്പുറം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ഇടിച്ച് മറിഞ്ഞത്. കാറിൽ ഉണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ചെർപ്പളശ്ശേരിയിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടന്ന പ്രതിഷേധ സദസ്സ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് അകാരണമായി മർദ്ദിച്ച് കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതിഷേധിച്ചാണ് KPCCയുടെ ആഹ്വാനപ്രകാരം നെല്ലായ, ചെർപ്പളശ്ശേരി, തൃക്കടിരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ നടന്ന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളോട് ഈ ഒരു കേസിന്റെ ദൃശ്യം ഉൾപ്പെടെ ഇതിനൊരു സന്ധിയില്ലാത്ത ഒരു പോരാട്ടം നടത്തിയ ഏത് പ്രലോഭനങ്ങൾക്കും ലക്ഷങ്ങളും ഓഫർ ചെയ്തപ്പോഴും എന്റെ പാർട്ടി പ്രവർത്തകന്, എന്റെ സഹോദരന്, എന്റെ കൂടപ്പിറപ്പിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശക്തമായ നടപടിയും ശിക്ഷയും വാങ്ങിക്കൊടുക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് നിയമയുദ്ധവുമായി കടന്നു ചെന്ന വർഗീസ് ചോവന്നൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, ആ മണ്ഡലം പ്രസിഡന്റ് ഇവരോട് പറഞ്ഞു, നിങ്ങൾ സുജിത്തിനെ മർദ്ദിച്ചില്ലേ എന്ന് ചോദിച്ചു. അവർ പല ന്യായം പറഞ്ഞു. എന്നിട്ട് പോലീസ്, കുന്നംകുളത്തിന്റെ പോലീസ് ഇല്ലാത്ത ഒരു FIR രജിസ്റ്റർ ചെയ്തു. എന്താണ് FIR? IPCയുടെ 353 വകുപ്പ്. എന്താണ് 353 വകുപ്പ്? ഔദ്യോഗികമായി പോലീസിന്റെ കൃത്യനിർവഹണം സുജിത്ത് നഷ്ടത്തെ തടസ്സപ്പെടുത്തി എന്നാണ്. എന്നിട്ട് ഇല്ലാത്ത ഒന്നും കൂടി എഴുതി, സുജിത്ത് മദ്യം കഴിച്ചിരുന്നു, മദ്യപാനിയായിട്ടാണ് പോലീസിനോട് പെരുമാറിയത് എന്നാണ്. പരിശോധനക്ക് ഹാജരാക്കിയപ്പോ ആ വൈദ്യപരിശോധന നടത്തിയ ഡോക്ടർ പറഞ്ഞു സുജിത്ത് മദ്യപാനിയല്ല, സുജിത്ത് മദ്യം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ലാത്ത കള്ളക്കേസിന്റെ പേരിൽ സുജിത്തിനെ കേസിൽ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് ജനദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും അകാരണമായി കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കാക്കിയിട്ട് തുടരാൻ അനുവദിക്കില്ലെന്നും ഇത്രയൊക്കെ ലോക്കപ്പ് മർദ്ദനങ്ങൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടന്നിട്ടും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അക്ഷരം ഉരിയാടാത്തതിലൂടെ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ സംരക്ഷിക്കുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC നിർവാഹക സമിതി അംഗം PP വിനോദ് കുമാർ, ചെർപ്പളശ്ശേരി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് KM ഇസാഖ്, യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ P സുബീഷ്, ജനാർദ്ദനൻ നെല്ലായ, പ്രകാശൻ തൃക്കടിരി, CGK ഉണ്ണി എന്നിവർ സംസാരിച്ചു. പോലീസ് നടത്തുന്ന മനുഷ്യത്വരഹിതമായ മർദ്ദനങ്ങളിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷന് മുന്നിലും കോൺഗ്രസ് പ്രതിഷേധ സദസ്സ് നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഭരണം ലഭിക്കുന്നതിന് മുമ്പ്, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ പോലീസിനേക്കാൾ തരംതാണ അവസ്ഥ പിണറായി വിജയന്റെ കാലത്ത് ഉണ്ടായി എന്നുള്ളതാണ് കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളും കേരളത്തിലെ പോലീസ് സേനയോട് വെറുക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യം ഉണ്ടായത്. പ്രിയങ്കനായ നമ്മുടെ നേതാവ്, ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയങ്കനായ പ്രസിഡന്റ് സുജിത്ത്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, എന്റെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിപിൻ ഇവിടെ ഉണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം അധ്യക്ഷത വഹിച്ചു.
പാലക്കാട് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ഒ വിജയകുമാർ, ഓമന ഉണ്ണി, കെ രാമകൃഷ്ണൻ, വി എൻ കൃഷ്ണൻ, വിനോജ് രാമൻ, പി എസ് രാജൻ, ഡോക്ടർ ജയകുമാർ എന്നിവർ സംസാരിച്ചു. ലോക സാക്ഷരതാ വാരാചരണം മലപ്പുറം ജില്ലാതല പരിപാടികൾ സമാപിച്ചു. സമാപന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സാക്ഷരതാ മിഷൻ അതോറിറ്റിയും ജില്ലാ പഞ്ചായത്തും ജില്ലാ സാക്ഷരതാ മിഷനും സംയുക്തമായാണ് ലോക സാക്ഷരതാ വാരാചരണം സംഘടിപ്പിച്ചത്. വാരാചരണത്തിന്റെ ജില്ലാതല സമാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ മലപ്പുറത്തിന്റെ അവസ്ഥ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വിജയവേരി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. 10ാം ക്ലാസ്സിലെ റിസൾട്ട് 2000-ന് മുമ്പുണ്ടായിരുന്നൊരു റിസൾട്ട് ഒരു സംസ്ഥാന ശരാശരിയുടെ പകുതിയിൽ താഴെയായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇത് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന് ഞങ്ങൾ അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ +2-ന്റെ റിസൾട്ട് വന്ന് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ A+ നേടുന്നത് പെൺകുട്ടികൾ ആണ്. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ മലപ്പുറം മാറിപ്പോയിട്ടുണ്ട്. അവിടെ ജില്ലാ പഞ്ചായത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റെടുത്തു. ഗ്രാമപഞ്ചായത്ത്, ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ പഞ്ചായത്തിൽ ഇതുപോലെയുള്ള പഠിതാക്കളുടെ ഫീസ് 2010-15 കാലഘട്ടത്തിൽ ഞങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഫീസ് തന്നെയാണ് അന്നത്തെ ഫീസ്, വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ പഠിതാക്കൾ എത്രയാണെങ്കിൽ, കാരണം ഇനി ആ പഠിതാക്കളിന് ഫീസ് അടക്കാൻ പറ്റാത്തത് കൊണ്ട്, പുസ്തകം വാങ്ങിക്കാനും മറ്റു ഫീസ് അടക്കാൻ സാധിക്കാത്തത് കൊണ്ട് എന്ത് വരരുത്, അവർക്ക് തുടർ വിദ്യാഭ്യാസം നഷ്ടമാകരുത് എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചിന്തിച്ചത് കൊണ്ടാണ് അന്ന് മലപ്പുറത്തെ പല പഞ്ചായത്തുകളും ആ രീതിയിലേക്ക് വന്നു. ജില്ലാ പഞ്ചായത്ത് വന്നു, ബ്ലോക്ക് പഞ്ചായത്ത് വന്നു. ബ്ലോക്ക് കേന്ദ്രീകരിച്ച് നമുക്ക് ബ്ലോക്ക് കേന്ദ്രീകരിച്ച് നല്ലൊരു ഓഫീസ് സംവിധാനങ്ങൾ വന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ 10ാം തരം തുല്യതാ പദ്ധതി പഠിതാക്കളുടെ സംഗമവും നടന്നു. 10, +1, +2 ബ്രെയിൻ തുല്യതാ പഠിതാക്കളായ 100ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ട് ഫണ്ട് ചടങ്ങിൽ കൈമാറി. ബ്രെയിൽ സാക്ഷരതാ പഠിതാക്കളെയും സെന്റർ കോർഡിനേറ്റർമാരെയും അനുമോദിച്ചു. വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ക്വിസ് മത്സര വിജയികൾക്കുള്ള ഉപഹാര വിതരണം നടത്തി. 9ാം ബാച്ച് +2 ജില്ലാതല ക്ലാസ് ഉദ്ഘാടനവും നടന്നു. ഹയർ സെക്കൻഡറി പഠിതാക്കൾക്കുള്ള പാഠപുസ്തകങ്ങളും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി ചെയർപേഴ്സൺ നബീസ അസീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം TPM ബഷീർ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ്, വിജയബേരി കോർഡിനേറ്റർ ടി സലീം, ജില്ലാ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അസിസ്റ്റന്റ് എഡിറ്റർ IR പ്രസാദ്, സാക്ഷരതാ മിഷൻ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് റവന്യൂ വകുപ്പ് ട്രഷറി വകുപ്പിന് സ്ഥലം കൈമാറി. പെരിന്തൽമണ്ണയിലെ പഴയ താലൂക്ക് സപ്ലൈ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു നീക്കിയാണ് ട്രഷറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുക. പെരിന്തൽമണ്ണയിലെ പഴയ താലൂക്ക് സപ്ലൈ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു നീക്കി സബ് ട്രഷറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കും. ട്രഷറിക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് 10 ഏക്കർ സെന്റ് സ്ഥലം റവന്യൂ വകുപ്പ് ട്രഷറി വകുപ്പിന് കൈമാറി. പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം മൂല്യം കണക്കാക്കി എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. ഈ നടപടികൾ പൂർത്തിയായാൽ കെട്ടിടം പൊളിച്ചു നീക്കും. 40 കൊല്ലത്തിലേറെയായി ട്രഷറി സബ് ജയിലിന് സമീപത്തെ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ കെട്ടിടത്തിന് സുരക്ഷയില്ലാത്തതും അസൗകര്യങ്ങൾ കാരണവും സബ് ട്രഷറിയുടെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. 2024 ജനുവരി മുതൽ വാടക കെട്ടിടത്തിലാണ് സബ് ട്രഷറി പ്രവർത്തിച്ചു വരുന്നത്. 3000-ഓളം പേർക്കാണ് പെരിന്തൽമണ്ണ ട്രഷറി വഴി പെൻഷൻ നൽകുന്നത്. ഇവിടെ തന്നെയാണ് ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്ന പെൻഷന്റെ ഡോക്യുമെന്റേഷനും നടക്കുന്നത്. 300ഓളം സ്ഥാപനങ്ങൾക്ക് ശമ്പള വിതരണം നടത്തുന്നതും പെരിന്തൽമണ്ണ സബ് ട്രഷറി വഴിയാണ്. ട്രഷറിക്ക് പുതിയ കെട്ടിടം വൈകാതെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളുടെ ശ്രമഫലമായി നിർധന കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. വെട്ടത്തൂർ കാപ്പ സ്വദേശിനിക്കാണ് വീട്. വീടിന്റെ താക്കോൽ നജീബ് കാന്തപുരം MLA കൈമാറി. NSS യൂണിറ്റിന്റെ ഭവനം പദ്ധതിയുടെ ഭാഗമായി വെട്ടത്തൂർ കാപ്പിൽ താമസിക്കുന്ന വിധവയും 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിനാണ് സ്നേഹഭവനം ഒരുക്കിയത്. വീടിനാവശ്യമായ ഭൂമി കാപ്പിലെ കാപ്പുങ്ങൽ ഖദീജയുടെ കുടുംബം സൗജന്യമായി നൽകി. NSS വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ച് നടത്തിയും കൂപ്പൺ കളക്ഷൻ വഴിയുമാണ് ആവശ്യമായ തുക കണ്ടെത്തിയത്. സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയുടെ സഹായവും സ്നേഹഭവനത്തിന് ലഭ്യമായിട്ടുണ്ട്. വീടിന്റെ താക്കോൽ നജീബ് കാന്തപുരം MLA കുടുംബത്തിന് കൈമാറി. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് വി ജയ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ N ഉസ്മാൻ, KM ഉബൈദുള്ള, വാർഡംഗവും SMC ചെയർമാനുമായ KP അബ്ദുൽ ജലീൽ, NSS മധ്യമേഖല RPC ഡോക്ടർ രാജേഷ്, മലപ്പുറം ഈസ്റ്റ് ജില്ലാ NSS പ്രോഗ്രാം കൺവീനർ സുരേഷ് ബത്തേരി, NSS മേലാറ്റൂർ ക്ലസ്റ്റർ കൺവീനർ K അയ്യപ്പൻ, PTA പ്രസിഡന്റ് N ഷാജഹാൻ, വൈസ് പ്രസിഡന്റ് ഷിയാസ്, പ്രിൻസിപ്പൽ ഇൻചാർജ് K സുരേഷ്,
പ്രിൻസിപ്പൽ ഇൻചാർജ് കെ സുരേഷ് ബാബു, ഹെഡ്മാസ്റ്റർ MP സുനിൽകുമാർ, NSS പ്രോഗ്രാം ഓഫീസർ O മുഹമ്മദ് അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണത്തിന് ഇപ്പോൾ നല്ല വിലയാണ്. കളഞ്ഞു കിട്ടിയ 10 പവൻ സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് പോലീസിൽ ഏൽപ്പിച്ച യുവാവ് മാതൃകയായി. പട്ടാമ്പിയിലാണ് സംഭവം. ഓങ്ങല്ലൂർ സ്വദേശി കുന്നംകുളത്തിങ്ങൽ അബ്ദുൾ ഷബാദിനാണ് ബാഗ് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി മേലെ പട്ടാമ്പി കൽപ്പക ഭാഗത്തു നിന്നുമാണ് ബാഗ് കിട്ടിയത്. ബാഗ് പരിശോധിച്ചപ്പോൾ 10 പവൻ സ്വർണ്ണാഭരണവും പണവും ഉണ്ടായിരുന്നു. ബാഗ് ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. ബാഗ് ഉടമസ്ഥനെ കണ്ടെത്തി നൽകുമെന്ന് പട്ടാമ്പി CI അൻഷാദ് പറഞ്ഞു. മാതൃകാപരമായ പ്രവർത്തനമാണ് യുവാവ് നടത്തിയതെന്നും CI അഭിനന്ദിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അബ്ദുൾ സബാദ് ഓങ്ങല്ലൂർ ആളാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു പ്രവൃത്തി നമ്മുടെ പട്ടാമ്പിക്കാർക്ക് തന്നെ അഭിമാനിക്കാവുന്നൊരു. അദ്ദേഹം ഇന്നലെ യാത്ര ചെയ്യുന്ന സമയത്ത് വീണ് കിട്ടിയൊരു ബാഗ്, നമ്മുടെ പള്ളിയുടെ പട്ടാമ്പി പള്ളിയുടെ അപ്പുറത്തുനിന്ന് കിട്ടിയ ബാഗ്, അതിൽ അദ്ദേഹം തുറന്നു നോക്കിയ സമയത്ത് ഒരു വ്യക്തിയുടെ ഏകദേശം 10 പവനോളം സ്വർണ്ണങ്ങളും പിന്നെ പൈസ അടങ്ങിയ ബാഗാണ് ഇപ്പം തന്നെ നിലവിൽ നമുക്ക് കഴിയുള്ളത്. ഈ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഓണറെ കണ്ടെത്തി നൽകുന്നവരെയും അദ്ദേഹം ഇത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞത് പട്ടാമ്പിക്കാർക്ക് തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്ന നേട്ടമാകുന്ന ഒരു പ്രവൃത്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം ഈ ഒരു കാര്യത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അദ്ദേഹത്തെ അറിയിക്കുന്നു. കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷ നിറവിൽ. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 50ാം വാർഷിക നിറവിൽ സ്കൂളിലെ ഗണിതാധ്യാപകൻ P. ഗിരീഷിന് സംസ്ഥാന അവാർഡ് ലഭിച്ചത് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. സുവർണ ജൂബിലി ബ്ലോക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. സെമിനാർ ഹാൾ, ലൈബ്രറി, സ്റ്റാഫ് റൂം, സ്കൂൾ ഗ്രൗണ്ട്, ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾക്ക് പ്രത്യേക ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി. അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും കുട്ടികളിലെ കലാകായിക ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സമഗ്ര പരിശീലനങ്ങളും മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളും പങ്കെടുക്കുന്നതിനും പ്രാപ്തരാക്കുന്നതിനുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതായി പ്രിൻസിപ്പൽ പറഞ്ഞു. വിദ്യാഭ്യാസ സാമൂഹ്യ പിന്നോക്കാവസ്ഥ അനുഭവിച്ചിരുന്ന കോട്ടപ്പാടം മേഖലയിൽ സാമൂഹിക പ്രവർത്തകനായ കല്ലടി അബ്ദുഹാജി 1976 ഹൈസ്കൂൾ സ്ഥാപിച്ചത്. 1979 UP വിഭാഗവും 2002 ഹയർ സെക്കൻഡറി വിഭാഗവും അനുവദിച്ചു. മുൻ MLA കല്ലടി മുഹമ്മദ് ആരംഭം തൊട്ട് ദീർഘകാലം സ്കൂളിന്റെ മാനേജരായിരുന്നു. കോട്ടപ്പാടം പോലുള്ള ഒരു സ്ഥലത്ത് 50 വർഷം മുമ്പ് ഇങ്ങനൊരു സ്കൂൾ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചതും അതിനുവേണ്ടി പ്രയത്നിച്ചതും കുഞ്ഞനായ എൻ്റെ പിതാവിൻ്റെ നാമധേയത്തിലാണ് ആ സ്കൂളുള്ളത്. എൻ്റെ പിതാവാണ് ഇങ്ങനെയുള്ള ശ്രമം നടത്തി. അങ്ങനെ ആ സ്കൂളിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളൊക്കെ കഴിയുന്ന സമയത്താണ് അദ്ദേഹം വിട്ടുപിരിയുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം 1975 ആഗസ്റ്റ് 31. അതിനുശേഷം നിങ്ങളൊക്കെ പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ മകനും എൻ്റെ ജ്യേഷ്ഠനുമായ കല്ലടി മുഹമ്മദ് ആയിരുന്നു ആ സ്കൂളിൻ്റെ മാനേജർ. അദ്ദേഹമാണ് ആ സ്കൂള് ഇന്ന് ഈ കാണുന്ന ലെവലിലേക്ക് എത്തിച്ച, അതിന് നേതൃത്വം കൊടുത്തത് കല്ലടി മുഹമ്മദ്. ആഘോഷങ്ങളുടെ ഭാഗമായി സുവർണ ജൂബിലി ലോകപ്രകാശനം, വിളംബര റാലി, രക്തദാന ക്യാമ്പ്, മീഡിയ സെമിനാർ, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം, ആരോഗ്യ സെമിനാർ, വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം, ജില്ലാതല കായിക മത്സരങ്ങൾ, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി വിനോദയാത്ര, രക്ഷാകർതൃ സംഗമം, പ്രകൃതി പഠന ക്യാമ്പ്, ബോധവൽക്കരണ പരിപാടികൾ, പാചക മത്സരം, ഭക്ഷ്യമേള, കാർഷിക മേള, ഗോൾഡൻ ജൂബിലി കെട്ടിട സമർപ്പണവും സമാപന സമ്മേളനവും ഉൾപ്പെടെ 50 പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര, ചെയർപേഴ്സണും പ്രിൻസിപ്പൽ AP സാദിഖ്, ജനറൽ കൺവീനറും പ്രധാനാധ്യാപകൻ KS മനോജ്, ട്രഷററുമായ കമ്മിറ്റിയാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ വിദ്യാലയത്തിൽ പഠിച്ചുപോയ വിദ്യാർത്ഥികൾക്കും അതുപോലെ നിലവിൽ പഠിച്ചു പോകുന്ന ആളുകൾക്കും നാട്ടുകാർക്കൊക്കെ ഈ ഒരു വിദ്യാലയത്തിൻ്റെ ഒരു സേവനം ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 50ാം വാർഷികം സുവർണ ജൂബിലി ഏറെ പകിട്ടാർന്ന രീതിയിൽ ആഘോഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും നാട്ടുകാരെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയും 1 വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ 50ഓളം പ്രോഗ്രാമുകൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്ന്, സുവർണ ജൂബിലിക്ക് വേണ്ടി ഒരു ബ്ലോക്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഇതിൻ്റെ വാർഷികത്തിൻ്റെ സമാപനമായ ജനുവരിയിൽ നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രത്യേകമായ രീതിയിൽ, ആധുനിക രീതിയിൽ ഒരു സെമിനാർ ഹാള് നിർമ്മിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ എല്ലാ സ്റ്റാഫ് റൂമുകളും അതുപോലെ ക്ലാസ് റൂമുകളും എല്ലാം ടൈൽസ് ഇടുകയും അതുപോലെ വൈദ്യുതീകരിക്കുകയും ചെയ്ത് സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റ് ചെയർമാൻ കല്ലടി അബൂബക്കർ, പ്രിൻസിപ്പൽ AP സാദിഖ്, പ്രധാനാധ്യാപകൻ KS മനോജ്, PTA പ്രസിഡന്റ് KT അബ്ദുള്ള, സംഘാടക സമിതി ഓർഗനൈസിംഗ് കൺവീനർ K മൊയ്തൂട്ടി, മീഡിയ കമ്മിറ്റി ചെയർമാൻ ഹമീദ് കൊമ്പത്ത്, കൺവീനർ ബാബു അലായൻ, CPV ജയൻ, P സൈനുൽ ആബിദ്, P മനോജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. തെങ്കര പഞ്ചായത്തിലെ പുഞ്ചക്കോട് കുന്നുംപുറത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ സ്മാർട്ട് അംഗൻവാടി വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ശീതീകരിച്ച അംഗൻവാടിയാണ് കുട്ടികൾക്കായി തുറന്നു കൊടുക്കുന്നതെന്ന് പഞ്ചായത്ത് അംഗം K ജഹീഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് 3 ലക്ഷവും ICDS 2 ലക്ഷവും ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷവും MGNRES പദ്ധതിയിൽ നിന്ന് 8 ലക്ഷവും ഉൾപ്പെടെ 18 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ചടങ്ങ് N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്യും. പദ്ധതി ഉൾപ്പെടുത്തി തെങ്കര ഗ്രാമപഞ്ചായത്തും ICDS ഡിപ്പാർട്ട്മെൻറ്റും ജില്ലാ പഞ്ചായത്തും MGNRES ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി 18 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പുഞ്ചക്കോട് സ്മാർട്ട് അംഗനവാടി, പുഞ്ചക്കോട് കുന്നുംപുറം സ്മാർട്ട് അംഗനവാടിയുടെ പുതിയ കെട്ടിടം നാളെ 11/9/2025 വ്യാഴാഴ്ച കാലത്ത് 10 മണിക്ക് ബഹുമാനപ്പെട്ട മണ്ണാർക്കാടിൻ്റെ MLA N ഷംസുദ്ദീൻ അവറുകൾ നിർവഹിക്കുകയാണ്. പഞ്ചായത്ത് അംഗം K ജഹീഫ്, അംഗനവാടി അധ്യാപിക റജീന, ആശാവർക്കർ K ഇന്ദിര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള എലുമ്പുലാശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇനി മുതൽ കാഴ്ച പരിശോധനയും. മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയിലാണ് രോഗികൾക്ക് പരിശോധനയ്ക്ക് അവസരം കിട്ടുക. ഉദ്ഘാടനം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ നിർവഹിച്ചു. സർജറി ആവശ്യമുള്ള രോഗികളെ യാത്രാച്ചെലവ് ഉൾപ്പെടെ സൗജന്യമായി ഓപ്പറേഷൻ നടത്തി തിരിച്ചെത്തിക്കുന്ന നൂതന പദ്ധതിക്കാണ് പഞ്ചായത്തും നാഷണൽ ഹെൽത്ത് മിഷനും സംയുക്തമായി തുടക്കം കുറിച്ചതെന്ന് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. വയസ്സായ ആളുകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കണ്ണിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നം. കാര്യം ഒന്ന്, നമ്മള് പ്രസവിച്ച് വീണ കുട്ടി ഒരല്പ ദിവസം കഴിഞ്ഞാൽ 60-90 ഒക്കെ കഴിഞ്ഞാൽ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ പോലും മൊബൈൽ ഫോൺ കാണിച്ചു കൊടുത്തിട്ട് പാല് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ മുതിർന്നാൽ ലാപ്ടോപ്പിന്റെ മുമ്പിലോ കമ്പ്യൂട്ടറിന്റെ മുമ്പിലോ ഒക്കെയാണ്. അപ്പൊ അത് നിരന്തരം ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ കാഴ്ചയുടെ പ്രയാസമുണ്ടാവും. പിന്നെ തിമിരവും ഒക്കെ ഒരു ഏജ് വന്നു കഴിഞ്ഞാൽ തിമിരവും മറ്റു കാര്യങ്ങളും കൊണ്ട് കാഴ്ചയുടെ കുറവുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു അപകടം അല്ലെങ്കിൽ ആ ഒരു അസുഖം ഏത് സമയത്ത് വന്നാലും അതിനെ നേരിടാനാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ FHCയിൽ ഇത്തരത്തിലുള്ള ഒരു സെന്ററിന്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സാജിറ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഇന്ദു, KK ഷൗക്കത്ത് അലി, അനസ് K, രജിത K, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ മൊബൈൽ ഒഫ്താൽമിക് സർജൻ ഡോക്ടർ ഗീത, ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ ഷിബു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഒരു ചെറിയ ഇടവേള കൂടി. കൂടുതൽ വാർത്തകൾ നോക്കാം. നീറ്റ് JEE പഠിതാക്കൾക്ക് കൈത്താങ്ങാവാൻ AI മിത്ര വരുന്നു. ചെർപ്പളശ്ശേരിയിലെ ഒരു കൂട്ടം യുവാക്കളുടെ നവീന ആശയമാണ് AI മിത്ര എന്ന പേരിൽ വ്യാഴാഴ്ച ലോഞ്ച് ചെയ്യപ്പെടാൻ പോകുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവാത്മകമായ മാറ്റമാണ് AI മിത്രയിലൂടെ കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഫൗണ്ടർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ AI സാങ്കേതികവിദ്യയിലൂടെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് അവകാശപ്പെടാവുന്ന AI മിത്ര എന്ന നവീന ആശയവുമായാണ് ചെർപ്പളശ്ശേരിയിലെ ഒരു കൂട്ടം യുവാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് 24 മണിക്കൂറും സംശയ നിവാരണത്തിനും പഠനത്തിനും പിന്തുണ നൽകുന്ന ഒരു സ്റ്റഡി അസിസ്റ്റന്റ് എന്ന നിലയിലാണ് AI മിത്ര പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായും AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് AI മിത്ര. ആദ്യഘട്ടത്തിൽ നീറ്റ് JEE പഠിതാക്കൾക്കാണ് AI മിത്രയുടെ സേവനം ലഭ്യമാവുക. വിദ്യാർത്ഥികൾക്ക് 24 മണിക്കൂറും പഠന മേഖലയുമായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങൾക്കും AI മിത്ര ഉത്തരം നൽകും. പ്രധാന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഏറ്റവും ലളിതമായ രീതിയിൽ വിശദീകരണം നൽകാനും കൂടുതൽ വ്യക്തമായി പഠനം നടത്താനും AI മിത്രയിലൂടെ സാധിക്കും. ഓരോ വിദ്യാർത്ഥികൾക്കും പഠന നിലവാരത്തിനനുസരിച്ച് പേഴ്സണലൈസ്ഡ് മെൻറ്റർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഗൈഡൻസ് നൽകുവാൻ AI മിത്രയ്ക്ക് സാധിക്കുമെന്ന് ഇവർ അവകാശപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് സംശയ നിവാരണം, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ സപ്പോർട്ട്, മോക്ക് ടെസ്റ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ AI മിത്രയിൽ ലഭ്യമാകും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 ചെർപ്പശ്ശേരി സർവീസ് ബാങ്ക് ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ AI മിത്ര ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യും. P മമ്മിക്കുട്ടി MLA, നജീബ് കാന്തപുരം MLA എന്നിവർ മുഖ്യാതിഥികളാകുമെന്ന് AI മിത്ര ഡെവലപ്പർ ഹിഫ്സുർ റഹ്മാൻ, കോ ഫൗണ്ടർമാരായ KT മുഹമ്മദ് ആഷിഖ്,
PK മുഹമ്മദ് അസ്കർ, N അജ്ഹർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ നിലവിൽ നമ്മൾ ജീവിക്കുന്ന എറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI കാലഘട്ടമാണ്. കുട്ടികളുടെ പഠിക്കുന്ന രീതി നോർമൽ ബുക്സിൽ നിന്നും മാറി ഡിജിറ്റൽ യുഗത്തിലോട്ട് മാറുന്നുണ്ട്. ഓഫ്ലൈൻ കോച്ചിങ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഓൺലൈൻ കോച്ചിങ്ങിലോട്ടും ഹൈബ്രിഡ് മോഡലിലോട്ടും പല രീതിയിലും നമ്മളെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഒരു റെവല്യൂഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിലോട്ട് നമ്മളൊരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളൊരു ആശയമായാണ് നമ്മുടെ AI മിത്ര നിലവിൽ ഇപ്പോൾ നമ്മളെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഒരു AI മെൻറ്ററാണ് നമ്മളെ AI മിത്ര പ്രൊവൈഡ് ചെയ്യുന്നത്. AI സ്റ്റഡി അസിസ്റ്റൻറ്റ് നിലവിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു 24/7 അവർക്ക് ഇപ്പോൾ എസ്പെഷ്യലി ഇൻ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് അവർക്ക് ഒരു 24/7 ഒരു AI സ്റ്റഡി അസിസ്റ്റൻറ്റ് നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ AI മിത്രയുടെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എല്ലാ കാലഘട്ടം മാറുമ്പോൾ ഇപ്പോൾ AI കാലഘട്ടം AI എറയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിലോട്ട് നമ്മുടെ ഒരു AI മിത്രയുടെ AI കോൺട്രിബ്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അതും വളരെ ഇപ്പോൾ എക്സ്പെൻസീവായ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ എക്കണോമിക് റേഞ്ചിൽ ഒരു ഡെമോക്രാറ്റൈസേഷനാണ് നമ്മൾ AI മിത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ പെരിന്തൽമണ്ണ താലൂക്ക് തല ലേഡീസ് ബ്യൂട്ടീഷ്യൻസ് മെമ്പർഷിപ്പ് വിതരണവും ബ്യൂട്ടീഷ്യൻ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. വനിതകളുടെ പുതിയ കമ്മിറ്റിയും രൂപീകരിച്ചു. ലീ ബ്യൂട്ടി അക്കാദമിയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സൗജന്യ ബ്യൂട്ടീഷ്യൻ ക്ലാസും നടന്നു. KSBA ജില്ലാ പ്രസിഡന്റ് NC ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. ലേഡീസ് ബ്യൂട്ടീഷ്യൻസ് ജില്ലാ പ്രസിഡന്റ് KM മുജാഹിദ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ KC സ്വപ്ന അനുശോചനം രേഖപ്പെടുത്തി. അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി K മൻസൂർ ഫൈസൽ വിഷയാവതരണം നടത്തി. ലേഡീസ് ബ്യൂട്ടീഷ്യൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി E സരിത മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി N നൂർജഹാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനറൽ കമ്മിറ്റി ജില്ലാ ട്രഷറർ AK ഷബീബ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജാഫർ NK, താലൂക്ക് പ്രസിഡന്റ് MT ഇബ്രാഹിം, സെക്രട്ടറി മുസ്തഫ TN പുരം, ട്രഷറർ ജയചന്ദ്രൻ പാങ്ങ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വനിതാ ബ്യൂട്ടീഷ്യന്മാരുടെ 10 അംഗ താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു. ഷബ്നമാണ് ലേഡീസ് ബ്യൂട്ടീഷ്യൻസിൻ്റെ പുതിയ താലൂക്ക് പ്രസിഡന്റ്. പ്രിയയെ വൈസ് പ്രസിഡന്റായും അഷ്ടമിയെ സെക്രട്ടറിയായും സുമയയെ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. തുടർന്ന് ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന വിഷയത്തിൽ ബഷീർ ലീസ്പ ക്ലാസ് എടുത്തു. കടമ്പളിപ്പുറം ജൂനിയർ ബേസിക് സ്കൂളിന് സമീപം ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് ഭാഗത്തേക്ക് പാൽ കയറ്റി വന്ന ടാങ്കറും ചെറുപ്പശ്ശേരി ഭാഗത്തേക്ക് വന്ന അന്യസംസ്ഥാന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്പിക് മാക് കേരള പാലക്കാട് ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഉമ ഗോവിന്ദ് നയിച്ച ഭരതനാട്യം ശില്പശാല കരിമ്പുഴ AUP സ്കൂളിൽ വെച്ച് നടന്നു. കുട്ടികൾക്ക് ഭരതനാട്യം മുദ്രകളും അടവുകളും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു സംഗീതസാന്ദ്രമായ ശില്പശാല. പ്രോഗ്രാം കോർഡിനേറ്റർ നരേന്ദ്രൻ, പ്രധാനാധ്യാപിക മാധുരി, വിദ്യാരംഗം കൺവീനർ കൃപ S എന്നിവർ സംസാരിച്ചു. ടീച്ചർമാർ പറഞ്ഞത് നിങ്ങൾ ഇരിക്കില്ല എന്ന്, നിങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ഇരിക്കണത്, നല്ല കുട്ടികളായിട്ട്. ഞാൻ വന്നപ്പോൾ നിങ്ങളെല്ലാം ചലാന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ക്ലാസ്സിൽ വന്നിട്ട് ഒരു ടീച്ചറിൻ്റെ ശബ്ദവും മൈക്കിൽ കേട്ടു, പിൻ ഡ്രോപ്പ് സൈലൻസ്. അമേസിങ് കേട്ടോ, ബ്യൂട്ടിഫുൾ. നല്ല ടീച്ചേഴ്സും നല്ല കുഞ്ഞുങ്ങളുമാണ്. നിങ്ങളുടെ ഡിസിപ്ലിൻ കണ്ടാൽ അറിയാം ടീച്ചേഴ്സ് എങ്ങനെയാണ് നിങ്ങളെ നോക്കുന്നതെന്ന്. ഐ എം സോ പ്രൗഡ് നിങ്ങളെല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് നേതാവിന് നേരെയുണ്ടായ പോലീസ് കസ്റ്റഡി മർദ്ദനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. സാധാരണക്കാർക്ക് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് സന്ദീപ് വാര്യർ. കേരള പോലീസ് രാജ്യത്തിന്റെ മുഴുവൻ സേനയ്ക്കും അപമാനമായി മാറിയെന്ന് KPCC സെക്രട്ടറി V ബാബുരാജ്. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് യുവാവിനെയും ഭാര്യയെയും കബളിപ്പിച്ച് 16.16 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എറണാകുളം സ്വദേശി ഒറ്റപ്പാലത്ത് അറസ്റ്റിൽ. പുലാപ്പറ്റയിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ ഉൾപ്പെട്ട പെരുമ്പാവൂർ സ്വദേശി അമൽ റാസിക്കാണ് അറസ്റ്റിലായത്. മലപ്പുറം സ്വദേശിയായ യുവാവിന്റെ പരാതിയിലാണ് അറസ്റ്റ്. ചെറുപ്പശ്ശേരിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരിച്ച നഗരസഭ. മിനി സിവിൽ സ്റ്റേഷനും ബസ് ടെർമിനലും ടൗൺ പാർക്കും മാസ്റ്റർ പ്ലാനിൽ. ചെറുപ്പശ്ശേരിയുടെ സ്വപ്ന പദ്ധതിയാണ് മാസ്റ്റർ പ്ലാൻ എന്ന ചെയർമാൻ. പരാതികളും ആക്ഷേപങ്ങളും 21 വരെ അറിയിക്കാം. കുരുക്കരൂർ മപ്പാട്ടുകരയിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് 6 കോടി രൂപയുടെ ഭരണാനുമതി. ഇരുഭാഗങ്ങളിലേക്കും റോഡ് നിർമ്മാണത്തിനും അനുമതി ലഭിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA. സാങ്കേതിക അനുമതി ലഭിച്ചാൽ നിർമ്മാണം തുടങ്ങും. ഷൊർണൂർ കുളപ്പുള്ളി റോഡിന്റെ തകർച്ചയും പൊടിശല്യവും. പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറെ കോൺഗ്രസ് ഉപരോധിച്ചു. വ്യാഴാഴ്ച മുതൽ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് ഉറപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.